25 വയസ്സായ ഒരു സ്ത്രീ, കാഴ്ചശക്തി തീരെയില്ല. കാഴ്ചശക്തിയില്ലാത്ത 25 വയസ്സായ ആ സ്ത്രീക്ക് കാഴ്ചശക്തി ലഭിക്കാൻ വേണ്ടിയിട്ട് 4444 തവണ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഫീ സമാനിയത്തി അയ്യാമിൻ, 8 ദിവസം 4444 സ്വലാത്തുകൾ ചൊല്ലി അള്ളാഹുവിന്റെ അപാരമായ ഖുദ്റത്ത് കൊണ്ട് ആ സഹോദരിക്ക് കാഴ്ചശക്തി തിരിച്ചു ലഭിച്ചു എന്ന് ഒരു വലിയ മഹാന് കിതാബിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാം. ആ 4444 സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി നിർദ്ദേശിച്ച ആ മഹത്തായ സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളിൽ നിന്നും സലാമത്ത് ലഭിക്കാൻ കാരണമാകുന്ന വലിയ ശക്തിയുള്ള സ്വലാത്താണ്. അസ്സലാത്തു തഫ്രീജിയത്തുൽ ഖുർതുബിയ്യ എന്നീ സ്വലാത്തിന് പേരുണ്ട്. സാധാരണ നാമൊക്കെ പറയാറുള്ള സ്വലാത്തുൻ നാരിയ, നാരിയത്ത് സ്വലാത്താണ്. ഈ സ്വലാത്തിന് തീവേഗത്തിൽ കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് കിട്ടുന്നത് കൊണ്ടാണ് ഇതിന് സ്വലാത്തുൻ നാരിയ എന്ന പേര് ലഭിച്ചത് എന്ന് മഹാന്മാരൊക്കെ കിതാബിൽ പറയുന്നതായിട്ട് കാണാം. അപ്പൊ സ്വലാത്തുൻ നാരിയ ആരെങ്കിലും ഒരു പ്രത്യേക കാര്യം നേടിയെടുക്കാനോ അല്ലെങ്കിൽ ഒരു വലിയ വിപത്ത് തടയാനോ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഈ സ്വലാത്ത് 4444 പ്രാവശ്യം ഓതിയിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് തവസ്സുൽ ചെയ്യട്ടെ. അങ്ങനെ തവസ്സുൽ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ നിയ്യത്തിനനുസൃതമായ അവന്റെ ഉദ്ദേശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ്. ഇതിങ്ങനെ ഇതിന്റെ എണ്ണത്തിന്റെ ഒരു പ്രത്യേകത മഹാന്മാരൊക്കെ പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട്. അസാമാന്യ ശക്തിയുള്ള, അത്ഭുത ശക്തിയുള്ള ഒരു എണ്ണമാണ് ഈ എണ്ണം. അതുകൊണ്ട് തന്നെ ഈ എണ്ണം കൃത്യമായി മനസ്സിലാക്കി സ്വലാത്തുൻ നാരിയത്ത്, പ്രത്യേകം നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയാൽ ഏതൊരാവശ്യത്തിന് വേണ്ടിയാണോ ചൊല്ലുന്നത് ആ ആവശ്യം പൂർത്തീകരിക്കപ്പെടുമെന്ന് മഹാനരായ യൂസുഫ് നബ്ഹാനി തങ്ങള് അവിടുത്തെ അഫ്ളലുസ് സ്വലവാത്തി അലാ സയ്യിദി സാദാത്ത് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ വലിയ ഫലമുള്ള സ്വലാത്താണ്. ആ സ്വലാത്തില് മഹാന്മാരൊക്കെ പണ്ടുകാലങ്ങളിലെ, ഇത് കേൾക്കുന്ന എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങൾക്കൊക്കെ അറിയാം, പണ്ടുകാലങ്ങളിലെ ഈ സ്വലാത്തുൻ നാരിയ 4444 തവണ ഓരോരുത്തരും ചൊല്ലിയിട്ട് അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി ചൊല്ലല് പതിവുള്ള ഒരു സ്വലാത്താണ് സ്വലാത്തുൻ നാരിയ. അതുകൊണ്ട് തന്നെ സ്വലാത്തുൻ നാരിയ പ്രത്യേകം നിയ്യത്താക്കി ചൊല്ലിയാൽ അതിന് വലിയ ഫലങ്ങളുണ്ട്. ഈ സ്വലാത്തുൻ നാരിയ, നാരിയത്ത് സ്വലാത്ത് ചൊല്ലുന്നതിന് വ്യത്യസ്തമായ എണ്ണങ്ങൾ വന്നിട്ടുണ്ട്. അതില് വ്യത്യസ്തങ്ങളായ എണ്ണങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാല് ആരെങ്കിലും നിസ്കാര ശേഷം 11 പ്രാവശ്യം ഈ സ്വലാത്ത് ചൊല്ലുകയും മുറിഞ്ഞു പോകാതെ ഒരു വിർദായി അത് പതിവാക്കുകയും ചെയ്താൽ ഉന്നതമായ സ്ഥാനങ്ങളും വലിയ ബറക്കത്തും വലിയ ഐശ്വര്യവും അവന്റെ ജീവിതത്തിൽ വന്നു ചേരും. അതിൽ ഒന്നാമത്തെ കാര്യം അതാണ്. ആരെങ്കിലും നിസ്കാര ശേഷം 11 പ്രാവശ്യം ഇത് നിർത്താതെ എന്ന് പറഞ്ഞാൽ ഇത് പതിവാക്കുക, അങ്ങനെയാണ്. ഈ വിർദായി കൊണ്ടുവരിക എന്ന് പറഞ്ഞാല് ഇതൊരു കാരണവശാലും സ്റ്റോപ്പ് ആക്കാതെ എല്ലാ ദിവസവും, ഇതൊരു ഇന്ന ദിവസം എന്നൊന്ന് കണക്കില്ലാതെ എല്ലാ ദിവസവും 11 തവണ ഓരോ നിസ്കാരത്തിന് ശേഷം ചൊല്ലല് പതിവുള്ള ഒരാളാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഖൈറാത്തുകൾ വന്നു ചേരാൻ അത് കാരണമാകും. അതേപോലെ തന്നെ വേറൊരു റിപ്പോർട്ടിൽ കാണാം, എല്ലാ ദിവസവും സുബ്ഹ് നിസ്കാരത്തിന് ശേഷം ഇത് 41 പ്രാവശ്യം പതിവാക്കുന്നവരുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടും. അതെല്ലാ ദിവസവും പതിവാക്കണം. അപ്പൊ അവൻ ഉദ്ദേശിക്കുന്ന ആവശ്യങ്ങളൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല നിറവേറ്റി കൊടുക്കുമെന്ന് വേറൊരു റിപ്പോർട്ടിൽ കാണാം. അതേപോലെ തന്നെ എല്ലാ ദിവസവും 100 പ്രാവശ്യം ഇത് പതിവാക്കുന്നവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടും. ഉദ്ദേശിച്ചതിലുപരിയായിട്ടുള്ള ഒരുപാട് ലക്ഷ്യങ്ങൾ അവന്റെ ജീവിതത്തിലേക്ക് കൈവരിയാൻ അത് സാധ്യമാകും. അപ്പൊ 4 രൂപത്തിൽ ഇപ്പൊ പറഞ്ഞു. ഒന്ന് 4444 സ്വലാത്ത് ചെല്ലേണ്ട രൂപം, അതിന്റെ ഒരു കൃത്യമായ രൂപം എങ്ങനെയാണെന്നുള്ളത് പറയുന്നുണ്ട്. അതേപോലെ തന്നെ എല്ലാ ദിവസവും സുബ്ഹ് നിസ്കാരത്തിന് ശേഷം, എല്ലാ നിസ്കാര ശേഷവും 11 തവണ, സുബ്ഹ് നിസ്കാരത്തിന് ശേഷം ആണെങ്കിൽ 41 തവണ. അതേപോലെ തന്നെ എല്ലാ ദിവസവും 100 പ്രാവശ്യം ചൊല്ലേണ്ട രൂപം. അതേപോലെ തന്നെ ആരെങ്കിലും ഈ നാരിയത്ത് സ്വലാത്ത് അത് മുർസലീങ്ങളുടെ എണ്ണം കണക്കെ അഥവാ 313 പ്രാവശ്യം പതിവാക്കിയാൽ അവന് ഒരുപാട് രഹസ്യങ്ങൾ വെളിപ്പെടുകയും അവൻ ഉദ്ദേശിക്കുന്നതിൽ നിന്നെല്ലാം വലിയ മുക്തി നേടുകയും ചെയ്യുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരുപാട് രൂപങ്ങൾ അതിനെ കുറിച്ച് കിട്ടിയില്ലേ? നമുക്ക് ഏത് രൂപമാണോ സെലക്ട് ചെയ്യേണ്ടത് ആ രൂപം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. എല്ലാ ദിവസവും 1000 പ്രാവശ്യം ചൊല്ലിയാൽ അവന് വിശേഷണങ്ങൾക്ക് അതീതമായതും ലഭിക്കും. ഒരു കണ്ണും കാണാത്ത, ഒരു ചെവിയും കേൾക്കാത്ത, ഒരു മനുഷ്യ മനസ്സും നിനക്കാത്ത സൗഭാഗ്യങ്ങൾ
ഉടമയാകുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ദിവസവും 1000 പ്രാവശ്യം നാരിയത്ത് സ്വലാത്ത് ലഭിക്കുന്നവർക്ക് നേടുന്ന വലിയ നേട്ടങ്ങളാണ്. അതേപോലെ തന്നെ മഹാനായ ഖുർത്തുബി ഇമാം പറയുന്നതായിട്ട് കാണാം, ആരെങ്കിലും ഈ സ്വലാത്ത് ദിവസവും 41 പ്രാവശ്യം അല്ലെങ്കിൽ 100 പ്രാവശ്യം അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രാവശ്യം പതിവാക്കിയാൽ അള്ളാഹു അവന്റെ ആദികളും ദുഃഖങ്ങളും ശമിപ്പിക്കുകയും ബുദ്ധിമുട്ടുകൾക്കും പ്രയാസങ്ങൾക്കും വലിയ പരിഹാരം നൽകുകയും ചെയ്യും. അപ്പോൾ സ്വലാത്തുന്നാരിയ അത് ചൊല്ലുന്നതിന് വലിയ ഫലമുണ്ട്. അത് പ്രത്യേക രൂപത്തില് ഈ പറഞ്ഞതുപോലെ ഈ പറയപ്പെട്ട എണ്ണങ്ങളിലൊക്കെയായിട്ട് ആരെങ്കിലും ആ കൃത്യമായി വിറുദ്ധായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന് വലിയ ഫലങ്ങളുണ്ട് എന്ന് മഹാന്മാരൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് സ്വലാത്തുന്നാരിയത്ത് ഒരു 11 തവണ, നമ്മളിപ്പോ പറഞ്ഞ എണ്ണത്തിലൊക്കെ ഏറ്റവും ചുരുങ്ങിയത് 11 തവണയാണല്ലോ, ആ 11 തവണ സ്വലാത്തുന്നാരിയത്ത് ചൊല്ലുന്നതിനെ കുറിച്ചാണ് നാം പറഞ്ഞത്. അതേപോലെ തന്നെ 4444, 1000 തവണ, 100 തവണ, ഇങ്ങനെ വ്യത്യസ്തമായ റിപ്പോർട്ട് പറഞ്ഞു. ഇതിൽ ഏത് റിപ്പോർട്ട് നിങ്ങൾക്ക് സ്വീകരിക്കാം. ഇനി 4444 ചൊല്ലാൻ പറ്റുന്നില്ല, എന്നാൽ നിങ്ങൾക്ക് അതിൽ 11 പ്രാവശ്യം എന്നുള്ളത് ചൊല്ലാം. ഇനി 11 പ്രാവശ്യം എന്നുള്ളത് ചൊല്ലാൻ പറ്റുന്നില്ല, എന്നാൽ നിങ്ങൾക്ക് 100 പ്രാവശ്യം എന്ന് പറയുന്നത് ചൊല്ലാം. ഏതാണോ നിങ്ങൾക്ക് സൗകര്യമാകുന്ന രൂപത്തിൽ നിങ്ങൾക്ക് സ്വലാത്തുന്നാരിയത്ത് ചൊല്ലാവുന്നതാണ്. സ്വലാത്തുന്നാരിയുടെ പദം ഈ കാണുന്ന പദമാണ്. اللهم صل صلاة على سيدنا محمد اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. ഈ എഴുതിയതിൽ ചെറിയൊരു വാക്ക് വിട്ടുപോയിട്ടുണ്ട്. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. ആദ്യം കാണിച്ച സ്വലാത്ത് അത് സ്വലാത്തുൽ ഫാത്തിഹ ആയിരുന്നു. ഇപ്പൊ കാണിച്ചാണ് സ്വലാത്തുന്നാരിയ. ഇൻഷാ അല്ലാഹ് അതിലുള്ളത് പോലെയാണ് ചൊല്ലേണ്ടത്. അപ്പൊ ചൊല്ലേണ്ട രൂപം ഇങ്ങനെയാണ്. ഈ ചൊല്ലേണ്ട രൂപത്തിൽ ഈ എണ്ണത്തിലാണ് ഓരോരുത്തരും കൃത്യമായിട്ട് അത് ചൊല്ലേണ്ടത്. ഇതൊക്കെ കിതാബുകളിൽ കൃത്യമായിട്ട് എങ്ങനെയാണ് ചൊല്ലേണ്ടത്, ഏത് രൂപത്തിലാണ് ചൊല്ലേണ്ടത് എന്നൊക്കെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇതാ അറാദു തഹ്സീലൽ മത്ലൂബി, അവർക്കൊരു കാര്യം സാധിച്ചു കിട്ടണമെന്ന് ഉദ്ദേശിച്ചാൽ, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് അവർക്ക് തട്ടിപ്പോകണമെന്ന് അവർക്ക് ഉദ്ദേശമുണ്ട് െങ്കിൽ അവരെന്താ ചെയ്യേണ്ടത്? മഹാന്മാർ കിതാബുകളിൽ പറഞ്ഞതായിട്ട് കാണാം. അവരൊരു മജ്ലിസിൽ അങ്ങ് ഒരുമിച്ച് കൂടും. എന്നിട്ട് അവരെല്ലാവരും കൂടെ ഓതും. എത്ര പ്രാവശ്യം അവരെല്ലാവരും കൂടെ ചൊല്ലും? 4444 മറ, അത്രയും പ്രാവശ്യം അത് ചൊല്ലും. എന്നിട്ട് വയഖൂലു ലഹാ ഇൻദ അഹ്ലിൽ, അങ്ങനെ അവര് അവിടെയുള്ള ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് തവസ്സുലാക്കിയിട്ട് അവർ ദുആ ചെയ്യും. അങ്ങനെ ദുആ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ആ കാര്യം പൂർത്തീകരിച്ച് കിട്ടുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, വഖാല മൻ ദാവമ അലൈഹാ കുല്ല യൗമിൻ 11 മറ, ആരെങ്കിലും 11 പ്രാവശ്യം എല്ലാ ദിവസവും പതിവാക്കിയാൽ അവന് ഇന്ന നേട്ടങ്ങളുണ്ട്. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ എണ്ണങ്ങളിൽ കഴിയുന്നവരൊക്കെ അതിൻ്റെതായ രൂപത്തിൽ പതിവാക്കിയാൽ ഒരുപാട് മഹത്വങ്ങൾ അവനെ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് വലിയ വലിയ മഹത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. പഴയ കാലം മുതൽക്ക് നമ്മുടെ ആലിമീങ്ങളൊക്കെ അത് ചൊല്ലാൻ വേണ്ടിയിട്ട് ഏറ്റെടുക്കാറുണ്ട്, അവർ ചൊല്ലാറുണ്ട്. പക്ഷേ ചൊല്ലുമ്പോൾ അത് അച്ചടക്കത്തിൽ ചൊല്ലണം. ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട്, വലാകിൻ ഫീ മജ്ലിസിൻ വാഹിദിൻ, ഒരു മജ്ലിസിൽ എന്ന് പറഞ്ഞാൽ ഒറ്റ പ്രാവശ്യമായിട്ട് ചൊല്ലി തീർക്കണം. ചൊല്ലി തീർക്കുമ്പോൾ തന്നെ മിൻ ഗൈരി അയ്യതകല്ലമ, അവർ പരസ്പരം ഒന്നും സംസാരിക്കാതെ, അതിൻ്റെ ഇടയിൽ ഒരു സംസാരവും കൂടാതെ ഈ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി മാത്രം ഒരുമിച്ച് കൂടി ഈ സ്വലാത്ത് മാത്രം ചൊല്ലിയിട്ട് ഈ കൃത്യമായ എണ്ണം പൂർത്തീകരിച്ച് ചൊല്ലിയാൽ അത് ആ ഉദ്ദേശിക്കപ്പെടുന്ന കാര്യം പൂർത്തീകരിക്കപ്പെടാൻ കാരണമാകും. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സ്വലാത്തുന്നാരിയ നല്ല നിയ്യത്തോടുകൂടെ ഇതിൽ പറഞ്ഞ ഏതെങ്കിലും രൂപത്തിൽ ചൊല്ലിയാലും മതി. ഇതിൽ ഏറ്റവും കൂടുതൽ ഫലമുള്ളത് 4444 സ്വലാത്ത് ചൊല്ലലാണ്. ഇനി അത് കഴിയാത്തവർ നേരത്തെ ഞാൻ
പറഞ്ഞതുപോലെ 11 ചൊല്ലുന്ന രൂപമുണ്ട്, 41 ചൊല്ലുന്ന രൂപമുണ്ട്, 1000 ചൊല്ലുന്ന രൂപമുണ്ട്, 313 ചൊല്ലുന്ന രൂപമുണ്ട്. ഇതിലേതെങ്കിലും ഒരു രൂപം ഏറ്റെടുത്ത് ചൊല്ലിയാലും ഉദ്ദേശിക്കപ്പെട്ട കാര്യങ്ങൾ പൂർത്തീകരിക്കപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തീർത്തു തരട്ടെ. അല്ലാഹു വലിയ പ്രയാസങ്ങളിൽ നിന്നൊക്കെ നമ്മെ രക്ഷിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. വലിയ വലിയ പ്രയാസങ്ങളുള്ളവർ അല്ലാഹു അവർക്കൊക്കെ നീ വലിയ ശിഫാ നൽകണം അല്ലാഹ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും വിനീതനായി എനിക്കും എൻ്റെ കുടുംബത്തിനും ഉമ്മ ഉപ്പ ഉൾപ്പെടെയുള്ളവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.